വീക്കെൻഡിൽ എവിടെ പോകണമെന്നിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ദുബായ് മോളിൽ പോകാമെന്ന്. കുറച്ച് ബുദ്ധിമുട്ടാണ്, നടക്കാനൊക്കെ ഉണ്ട്, അത്യാവശ്യം ദൂരമൊക്കെയാണ്. ട്രാഫിക്കൊക്കെ ഓർത്തിട്ട് ആദ്യം ഒരു ടെൻഷനായെങ്കിലും പിന്നെ ഓക്കെ എനിവേ നമുക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ദുബായ് മോളിലേക്ക് പോവാണ്. അങ്ങനെ ഒരു 20 മിനിറ്റ്സിന് ഡ്രൈവിന് ശേഷം ഞങ്ങൾ നല്ല വഴിയിൽ നല്ല കാഴ്ചയൊക്കെ കണ്ട് ദുബായ് മോളിലെത്തി. ഇതാ കാണുന്നതാണ് കേട്ടോ ബുർജ് ഖലീഫയുടെ. ഇത് ഞങ്ങൾ ദൂരെ നിന്ന് കാണുമ്പോൾ അങ്ങനെ ആയിട്ട് ഇരിക്കുക രാത്രിയിൽ, നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദുബായ് മോൾ എത്താറായി. കുഴപ്പമൊന്നുമില്ലായിരുന്നു, അധികം ട്രാഫിക്കൊന്നും കിട്ടാണ്ട് തന്നെ ഞങ്ങൾ ചെന്നു. പാവ ഇങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ കണ്ടിട്ട് എല്ലാം നോക്കിയിരിക്കുകയാണ് കേട്ടോ. അവൻ അവിടെയും പുറത്തത്തെ വണ്ടി പോകുന്നതും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവനാണെങ്കിൽ സ്ക്രോളർ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ സ്ക്രോളറിൽ കിടക്കുന്നുണ്ടായില്ല. അവൻ ഞാൻ തന്നെ എടുക്കണം എന്ന് നിർബന്ധമായിരുന്നു. അതിപ്പോൾ അവൻ്റെ അച്ഛനെടുത്താലും കരച്ചിലായിരുന്നു, അച്ഛമ്മ എടുത്താലും അവന് പറ്റില്ലായിരുന്നു. ഞാൻ തന്നെയാണ് മൊത്തം എടുത്ത് നടന്നത്. അങ്ങനെ അവിടെ ഒരു വലിയ കാണുന്നൊരു പാണ്ട ഉണ്ട് കേട്ടോ, വലിയൊരു പാണ്ടയുടെ ഇതാണ്. ഇത് നമ്മുടെ ദുബായ് മോളിൽ ചൈന ടൗൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഫുള്ള് ചൈന ഫുഡ്സ് മീൻസ് ചൈനീസ് ഫുഡ്സ് കിട്ടും. പിന്നെ ചൈനക്കാരുടെ ഒരു ആംബിയൻസും ഫുള്ളും ചൈനീസ് രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതാണ് ബാമ്പുവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോഴേ ഒരു ചൈന ടച്ച് തോന്നും. അങ്ങനത്തെ ഇതൊക്കെയാണ് കേട്ടോ. അവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓർണമെൻറ്റ്സൊക്കെയാണേ, വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കാണാൻ. നല്ല പൈസ ആയിരിക്കും കേട്ടോ വാങ്ങണമെങ്കിൽ. അങ്ങനെ എന്നെ കാണിച്ചു തരികയാണ്. ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ ആൾ. അങ്ങനെ ഞങ്ങൾ അതുവഴി നടന്ന് കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ നേരത്തെയൊക്കെ പോയിട്ടുള്ളത് മെട്രോയ്ക്കായിരുന്നു. അപ്പോൾ മെട്രോയ്ക്ക് പോയാലേ മെട്രോയിൽ നിന്ന് 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് ദുബായ് മോളിലോട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം കാറിന് പോയതാണ്. എന്നിട്ട് നടക്കാനുണ്ടായിരുന്നു കുറേ. ഐസ് സ്കേറ്റിംഗ് ഒക്കെ കണ്ടു. പിന്നെ ഒരു വലിയ ഡിനോസറിൻ്റെ ഒരു സ്കെലട്ടൻ അവിടെ ഉണ്ടെന്ന് അതും കണ്ടു. പിന്നെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷനാണ് അവിടുത്തെ അക്വേറിയം. അങ്ങനെ അത് കണ്ടിട്ട് വാവ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. എന്തെങ്കിലും മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല, അവൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴെ വാട്ടർ ഡാൻസ് കാണാനാണ് പോയിട്ട്, വാട്ടർ ഫൗണ്ടെയിൻ കാണാൻ പോയി. അങ്ങനെ അതും കണ്ട് അത് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. വാവയും കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാവ ഭയങ്കര ടയേർഡായി. കാരണം പുറത്ത് ഭയങ്കര ചൂടാണ്. ഈ ചൂടത്ത് ഇനി പാർക്കിലും ബീച്ചിലും ഒന്നും പോകാൻ ഒട്ടും പോസിബിൾ അല്ല. അല്ലെങ്കിൽ ഷോപ്പിംഗ് മോൾ തന്നെയുള്ള ആശ്രയം പുറത്ത് പോകണമെങ്കിൽ. അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കുട്ടികളെ കൊണ്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ അതും കണ്ട് നടന്ന് ഞങ്ങൾ ക്ഷീണിച്ച് അവസാനം ഞങ്ങൾ തിരിച്ച് പോകണം കേട്ടോ, കാറിലേക്ക് ഓടാണ്. അപ്പോൾ നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഇരിക്കാനൊക്കെ കുറച്ച് കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്നപ്പോൾ അതിൻ്റെ മുകളിലിരുന്നൊരു ടീപ്പോയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചൂടത്ത് നടന്ന് ഞങ്ങൾ പുറത്ത് വന്ന് ഞങ്ങൾ കാറിൽ കയറി തിരിച്ച് കുറച്ച് വഴിയൊക്കെ തെറ്റിയെങ്കിലും ഞങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ വീട്ടിലെത്തി കേട്ടോ. അധികം ട്രാഫിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു ദുബായ് മോൾ വിസിറ്റിംഗ് വീഡിയോ. ബൈ.